നമ്മുടെ ലോകത്തിൽ 70-80% ആൾക്കാരുടെയും മൂക്കിന്റെ പാലം വളഞ്ഞാണ് ഇരിക്കുന്നത്. ഇന്ന് ജനിച്ചു വീഴുന്ന 58% കുട്ടികളിലും ഈ പാലത്തിന് വളവുണ്ട്. അപ്പൊ എന്താണ് ഈ മൂക്കിന്റെ പാലത്തിന്റെ വളവ്? നമ്മളത് മെഡിക്കൽ ടേമിൽ പറയുകയാണെങ്കിൽ DNS അല്ലെങ്കിൽ ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം. നേസൽ സെപ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂക്കിന്റെ പാലമാണ്. അതിനുണ്ടാവുന്ന ഡീവിയേഷൻ അല്ലെങ്കിൽ വളവിനെയാണ് ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം അഥവാ പാലത്തിന്റെ വളവ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയൊക്കെയാണ് ഈ പാലത്തിന് വളവ് ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ പാലം കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത് കുറച്ച് ബോണി പോർഷൻ എല്ല് തന്നെയാണ്. കുറച്ച് പോർഷൻ സോഫ്റ്റ് ആയിട്ടുള്ള ബോൺ അതല്ലെങ്കിൽ കാർട്ടിലേജിനസ് പോർഷൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം ഈ ബോണിന് ഒന്നാമത്തെ കാര്യം ഇതിന് വളവുണ്ടാവാനുള്ളത് പാരമ്പര്യമായിട്ട് ഹെറിഡിറ്ററി ആയിട്ട്. ഇപ്പം നമ്മുടെ പേരൻസിന് വളവുണ്ടെങ്കിൽ നമുക്കും അതേപോലെ തന്നെ പാലത്തിന് വളവുണ്ടാവാൻ ചാൻസ് ഉണ്ട്. സെക്കൻഡ് ആയിട്ട് എന്തെങ്കിലും അലർജി കോസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ മൂക്കിന്റെ പാലത്തിന് വളവുണ്ടാവും. കാരണം ആ എയർ പാസ് ചെയ്യുന്ന കറക്റ്റ് അല്ലെങ്കിൽ ഇതേപോലെ വളവുണ്ടാവാൻ ചാൻസ് ഉണ്ട്. മൂന്നാമതായിട്ട് ഡെവലപ്മെന്റില് നമ്മൾ ഗ്രോ ചെയ്യുന്ന സ്റ്റേജിൽ ഈ പറയുന്ന ടോൺസിലൈറ്റിസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ മൂക്കിന്റെ പാലത്തിന് വളവുണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഉള്ളതാണ് ട്രോമ. എന്തെങ്കിലും ചെറുപ്പത്തിൽ നമുക്ക് എന്തെങ്കിലും ഇടിയൊക്കെ കിട്ടുവാണെങ്കിൽ അന്ന് അത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നീട് ഈ പറയുന്ന പോലെ പാലത്തിന്റെ വളവായിട്ട് തീരാം. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ മൂക്കിന്റെ പാലത്തിന് വളവുണ്ടാവുന്നത്. ഇനി ഏതൊക്കെ രീതിയിലാണ് മൂക്കിന്റെ പാലം വളയുക? ഇപ്പം പല കാരണങ്ങൾ കൊണ്ട് ഈ വളവുണ്ടാവുമെന്ന് പറയും. ചിലപ്പം ബോൺ തന്നെയായിട്ട് വളഞ്ഞു വരാം, അല്ലെങ്കിൽ ഈ രണ്ട് പോർഷൻ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് വളവ് വരാം. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കാം. C ഷേപ്പിൽ വരാം, അല്ലെങ്കിൽ S എന്നുള്ള രീതിയിൽ വരാം, അല്ലെങ്കിൽ ഈ ബോണും കാർട്ടിലേജസ് പാർട്ടും ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് ഒരു സ്പർ പോലെ അല്ലെങ്കിൽ ഒരു മുള്ള് പോലെ വന്നിട്ട് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കാം. അങ്ങനെ വളയാം. അല്ലെങ്കിൽ ഈ മൂക്കിന്റെ പാലത്തിന്റെ രണ്ട് സൈഡിലായിട്ട് തിക്കനായിട്ട് ഇങ്ങനെ കട്ടി വന്ന് അങ്ങനെ വളവ് വരാം. അപ്പം ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല വളവ് തന്നെ. അതേപോലെ തന്നെ ഓരോരുത്തരിലും ഓരോ രീതിയിലായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. ചിലർക്ക് എങ്ങനെയാ ഒരു സൈഡിലേക്ക് കിടക്കുമ്പോഴായിരിക്കും പറയുന്ന ഈ ബുദ്ധിമുട്ടുകൾ, മൂക്കിന്റെ പാലം വളഞ്ഞുകൊണ്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത്. ശ്വാസം എടുക്കാൻ പറ്റില്ല. ഒരു സൈഡ് ബുദ്ധിമുട്ടില്ല, മറ്റേ സൈഡിലെ ചിലപ്പം എയർ പാസ് ചെയ്യുമായിരിക്കും. ആ സൈഡ് ഒരു സ്ഥലത്തേക്ക് വെച്ച് അവർക്ക് കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. ഏത് ഫേസ് എവിടെയാണോ ഒബ്സ്ട്രക്ഷൻ ഉള്ളത് ആ സ്ഥലത്ത് കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. ചിലർക്ക് ഒരു രീതിയിലും ശ്വാസം കിട്ടില്ല. അപ്പൊ ഈ പാലത്തിന് വളവുണ്ടാവുന്നത് കൊണ്ട് ഫസ്റ്റ് നമുക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് നമുക്ക് ശരിക്കും ശ്വാസം കിട്ടില്ല. പ്രത്യേകിച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് ശ്വാസം എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവുക. സെക്കൻഡ് ആയിട്ട് നമുക്ക് വരുന്ന ഇപ്പൊ ഏതൊരു പോയിന്റ് വെച്ചാണ് ഈ വളവുള്ളത്. അപ്പം സൈനസിനെയൊക്കെ ഇത് ഒബ്സ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ റെക്കറന്റ് ആയിട്ടുള്ള സൈനസ് ഇൻഫെക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം സൈനസിന്റെ ഓപ്പണിംഗിലേക്ക് പാലം ചെരിഞ്ഞ് അവിടെ ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ അപ്പൊ സൈനസ് ഇൻഫെക്ഷൻസ്, കാരണം കഫം ഡ്രെയിൻ ചെയ്ത് പോകില്ല. അങ്ങനെ സൈനസിൽ കഫം കെട്ടിക്കിടന്ന് സൈനസ് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ യൂസ്റ്റേഷൻ ട്യൂബിനും ഇതേപോലെ ബ്ലോക്ക് ഉണ്ടാക്കിയിട്ട് മിഡിൽ ഇയർ ഇൻഫെക്ഷൻസും കൂടാൻ ചാൻസ് ഉണ്ട്. ഇത് കൂടാതെ തന്നെ നമ്മൾ സ്മെല്ല് എത്തുന്ന ഏരിയയിലേക്കൊന്നും എയർ പാസ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്മെല്ല് കിട്ടില്ല. പല പേഷ്യൻസിനും സ്മെല്ല് കിട്ടാത്ത രീതിയിൽ ഇവിടെ വരുന്നുണ്ട് ഈ പാലം വളഞ്ഞതുകൊണ്ട്. പിന്നെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് ചിലപ്പം ബ്ലീഡിങ് കാണിക്കാം. നമ്മുടെ എപ്പിസ്റ്റാസിസ് എന്ന് പറയുന്നത് നമ്മുടെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് പ്രസന്റ് ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ പ്രസന്റ് ചെയ്യുന്നുണ്ടെങ്കിലും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ DNS നമ്മൾ സർജിക്കലി മാത്രമാണോ കറക്റ്റ്, അല്ലെങ്കിൽ സർജറി അനിവാര്യമാണോ എന്നുള്ളത്. സർജറി അനിവാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല, നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ബാധിക്കുന്നു, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ നമുക്ക് പ്രോപ്പറായിട്ട് നല്ല ഉറക്കമൊന്നും കിട്ടിയില്ലെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് പോയി ജോലി ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഈ പറഞ്ഞാലും സ്മെല്ല് കിട്ടുന്നില്ല, അല്ലെങ്കിൽ എപ്പോഴും തലവേദന, പ്രഷർ ഹെഡേക്സ്, പർട്ടിക്കുലർ പോയിന്റ്സിൽ നമുക്ക് ഭയങ്കര തലവേദനയായിരിക്കും ഉറക്കമൊന്നും ശരിയായില്ലെങ്കിൽ. പിന്നെ റിക്കറന്റ് ആയിട്ടുള്ള സൈനസ് ഇൻഫെക്ഷൻസ് വരുന്നു, അതേപോലെ മിഡിൽ ഇയർ ഇൻഫെക്ഷൻസ് വരുന്നു. ഇങ്ങനെ റിക്കറൻസ് കൂടുതലായി വരുവാണെങ്കിൽ നമുക്ക് ഒരു 70% ഒക്ലൂഷൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ സർജറിയിലൂടെ നമ്മൾ മാറ്റേണ്ടി വരും. എന്നാൽ അങ്ങനെയൊന്നുമില്ല, ചെറിയ ചെറിയ ഇൻഫെക്ഷൻസും കാര്യങ്ങളും ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ആയുർവേദ വിധിയിൽ ഇതിനെ ഈ അണ്ടർലൈങ് ആയിട്ടുള്ള ചിലപ്പോൾ അലർജീസ് ആയിരിക്കും കൂടി നിൽക്കുന്നത്, ചിലപ്പോൾ സൈനസ് ഇൻഫെക്ഷൻസ് ആയിരിക്കും കൂടി നിൽക്കുന്നത്. അപ്പൊ ആ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് നിത്യേനയുള്ള പ്രതിമോഷ നസ്യങ്ങൾ ചെയ്യാം. മൂക്കിൽ ഡ്രോപ്സ് ആയിട്ട് മെഡിസിൻ ഇൻസ്റ്റിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഒഴിക്കുന്നതിനെയാണ് നമ്മൾ നസ്യം എന്ന് പറയുന്നത്. ദിവസേന ചെയ്യുന്നതിനെയാണ് പ്രതിമോഷ നസ്യം എന്ന് പറയുന്നത്. അങ്ങനെ നസ്യങ്ങൾ ചെയ്യാം. പിന്നെ പ്രാണായാമം, നമ്മൾ ഓരോ പ്രാണായാമം എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് ആണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ പറയുന്ന പോലെ കുറച്ചുകൂടെ
നമുക്ക് എയർ എടുക്കാൻ, നമ്മുടെ മൂക്കിലൂടെ ശ്വാസം എടുക്കാൻ നമുക്ക് കുറച്ചുകൂടെ ബെനിഫിഷ്യറി ആയിട്ട് വരും. അപ്പൊ അങ്ങനത്തെ പ്രാണായാമ പോലുള്ള യോഗ പ്രാക്ടീസസ് നമുക്ക് ചെയ്യാം. ചിലർ പറയുന്നേക്കാം ഫേഷ്യൽ എക്സസൈസ് ചെയ്തു കഴിഞ്ഞാൽ DNS മാറുമെന്ന്. അങ്ങനെ ഫേഷ്യൽ എക്സസൈസ് കൊണ്ട് DNS മാറത്തില്ല. അതിന് ഈ പറയുന്ന പ്രൊസീജിയേഴ്സ് ഒക്കെ ആണെങ്കിൽ ഒരു പരിധി വരെ വളവ് മാറുമെന്നല്ല, എന്നാലും നമുക്ക് ആ ബുദ്ധിമുട്ട്, നമുക്ക് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടിനെയൊക്കെ നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ പറ്റും. പിന്നെ വേറെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, DNS ഇപ്പം ഒത്തിരി പേഷ്യൻസ് ഇവിടെ വന്നിട്ടുണ്ട് റിപ്പീറ്റഡ് 5ഉം 6ഉം പ്രാവശ്യം സെപ്റ്റോപ്ലാസ്റ്റി എന്ന് പറയും, നേസൽ സെപ്റ്റത്തിന്റെ വളവിനെ കറക്റ്റ് ചെയ്ത് ഒരു എന്താ പറയുക സർജറിയാണ്. അപ്പം അങ്ങനെ ചെയ്തിട്ട് വന്നിട്ടും വീണ്ടും പാലം വളഞ്ഞു പോകുന്നുണ്ട്. അതിന്റെ കാരണം എന്താ? എന്തെങ്കിലും അലർജി കോസസ് അണ്ടർലൈൻ ആയിട്ട് കിടക്കുന്നുണ്ടാവും. ചിലപ്പോൾ നേസൽ പോളിപ്പോ, ടോൺസിലൈറ്റിസോ, സൈനസൈറ്റിസ് ഇൻഫെക്ഷൻസോ. ആ ഇൻഫെക്ഷൻസ് റെക്കറന്റ് വന്നു കഴിയുമ്പോൾ ഈ പറയുന്ന പോലെ മൂക്കിന്റെ പാലത്തിന് വീണ്ടും ബുദ്ധിമുട്ടുണ്ടാവാം. അപ്പൊ ഇതിന്റെ അണ്ടർലൈൻ കോസ് ആയിട്ടുള്ള ഇപ്പൊ നേസൽ പോളിപ്പോ അല്ലെങ്കിൽ അഡിനോയിഡ് അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ നിൽക്കുന്നുണ്ടെങ്കിൽ വീണ്ടും പാലത്തിന് വളവ് സംഭവിക്കാം. അപ്പൊ എന്താണോ ആ റൂട്ട് കോസ് എന്ന് പറയുന്നത് അതിനെ മാറ്റാതെ വീണ്ടും സർജറി ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു കണ്ടീഷനാണിത്. നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നില്ലെങ്കിൽ നമ്മൾ സർജിക്കലി അത് കറക്റ്റ് ചെയ്യണമെന്നില്ല. ഈ പറയുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ സർജറി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിലേക്ക് പോയാൽ മതി.